ശ്രീ രാജീവ് പള്ളിക്കോണം, ഇവിടെ ഇതാ ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുക എന്നത് തന്നെയാണ് മനുഷ്യന്റെ ആധികാരികമായ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോഴും നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നൊരു സാധ്യത കൂടിയുണ്ട്. കാരണം പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി വളരെ വ്യത്യസ്തമാണ്. ഭൂപ്രകൃതി യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ജീവിത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ പോലും ഈ അടുത്ത കാലത്തായി നമ്മൾ തുടർച്ചയായി ഇത്തരം പ്രതിസന്ധികൾ നേരിടുകയാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് എങ്കിലും വേണമല്ലോ. ഈ രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായ ആരോപണങ്ങളും ഒക്കെ അതിങ്ങനെ ഭരണ പ്രതിപക്ഷം മാറി വരുമ്പോൾ ഉണ്ടാകും. പക്ഷേ ഇതിനൊരു പരിഹാരം വേണമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ പ്രാദേശികമായിട്ട് ഞാൻ പറയാം. ഒരു മാതൃക എന്നുള്ള നിലയ്ക്ക് ഞാൻ വെള്ളപ്പൊക്കത്തിൻ്റെ ഫലമായിട്ട് വീട് വിട്ട് നിൽക്കുകയാണ് 3-4 ദിവസമായിട്ട്. വീട്ടിനകത്ത് വെള്ളമാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രദേശം കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ ദുരിതം അനുഭവിക്കുന്ന, കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കോട്ടയം പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ്. ഞങ്ങളുടെ അവിടുത്തെ ഒരു ഉദാഹരണം വെച്ചിട്ട്, ഇതെല്ലാ നദികൾക്കും അങ്ങനെ ബാധകമാണെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് നദിയിലെ വെള്ളം ഒഴുകിച്ചേരുന്നത് മീനച്ചിലാറ് കോട്ടയത്ത് വന്നിട്ട് തെക്കുവടക്കായിട്ടാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ടാണ് ഭൂമിയുടെ ചെരുവ്. അപ്പോൾ ഒഴുകുന്ന ഡിസ്ട്രിബ്യൂട്ടറുകൾ മീനച്ചിലാറിൻ്റെ മെയിൻ സ്റ്റെമ്മിൽ കൂടെയല്ല വെള്ളം ഒഴുകി പോകുന്നത്. കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടറുകൾ തിരുവാർപ്പ്, അയ്മനം, കുമരകം പഞ്ചായത്തുകളിലൂടെ ഒഴുകി പോകുന്ന ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടറുകളുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടറുകളിനെ കണക്ട് ചെയ്തിട്ട് പാടശേഖരങ്ങളിലൂടെയൊക്കെ നിരവധി ചെറിയ കൈത്തോടുകളുണ്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ പടിഞ്ഞാറ ഭാഗത്തൂടെ നിരന്നൊഴുകിയാണ് വെള്ളം ഒഴുകിപ്പോയിരുന്നത്. വെള്ളപ്പൊക്ക കാലം ഉണ്ടാകുമ്പോൾ സാധാരണ നിലയിലും മുൻകാലങ്ങളിൽ വെള്ളപ്പൊക്കം നിരന്നൊഴുകി പോകുന്ന പ്രദേശങ്ങൾ മുഴുവൻ കിഴക്കൻ മണ്ണ്, അതായത് പണ്ട് കട്ട കുത്തി ഈ തോടുകളിൽ നിന്ന് കട്ട കുത്തിയിട്ടാണ് കര പിടിച്ചിട്ടാണ് അവിടെ വീടുകൾ വെച്ച് തുടങ്ങിയത്. പക്ഷെ ഇപ്പോ ഈ കട്ടകുത്ത് നിന്ന് പോയി അവിടുത്തെ നദിയിൽ വന്ന് വീഴുന്ന മണ്ണ് ശേഖരിക്കാൻ ആളില്ല. ആ മണ്ണുണ്ടായിരുന്ന തോടുകൾ, ആ തോടുകൾ, കൈത്തോടുകൾ മുഴുവൻ മൂടി അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാർ അത് വീതം വെച്ച് അത് ഭൂമി എടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി കൈത്തോടുകൾ ഇല്ലാതായി പോയി. ഉള്ള കൈത്തോടുകളിൽ ഇപ്പം മണ്ണ് കട്ടകുത്തില്ലാത്തതുകൊണ്ട് മണ്ണ് നിക്ഷേപിക്കുന്നില്ല. പകരം അവിടുത്തെ ചതുപ്പുകൾ മുഴുവൻ മണ്ണിട്ട് നികത്തി ഇപ്പൊ രമ്യഹർമ്മ്യങ്ങളായി പോയി. അപ്പോൾ ആ പ്രദേശത്ത് ഇതിന്റെ ആറിന്റെ നികന്നൊഴുകി പോകേണ്ട പ്രദേശങ്ങൾ മുഴുവൻ വീടുകളായി. അപ്പോൾ നമ്മുടെ വികസന സങ്കല്പം, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വികസനം വേണം, നമുക്ക് നഗരവൽക്കരണത്തിന്റെ ഭാഗമായി കൂടുതൽ ആൾക്കാരെ താമസിപ്പിക്കുന്നതിന് താമസ സ്ഥലങ്ങൾ വേണം, അവിടെ വീടുകൾ വയ്ക്കണം, ഇതെല്ലാം ആവശ്യമാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ആസൂത്രണമില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഇന്ന രീതിയിൽ ഒരു ഭൂമി, ഒരു നീർത്തടമാണ്, നീർത്തടത്തിലെ കൈത്തോടുകളെ നിലനിർത്തേണ്ടതാണ്, ഇങ്ങനെയുള്ള ഒരു നിയമപരമായിട്ടുള്ള മുൻവിധികളില്ലാതെ തന്നെ പിന്നെ തുറന്ന ഏത് രീതിയിലും എന്തും ചെയ്യാമെന്നുള്ള നിലയിൽ നമ്മുടെ പ്രദേശത്തെ നമ്മൾ മാറ്റി തീർത്തതിൻ്റെ അനന്തരഫലമാണ്. ഇനി ചെയ്യാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കായലിൻ്റെ ജലവാഹക ശേഷി കുറഞ്ഞു, വേമ്പനാട്ട് കായലിൻ്റെ. ഞാൻ ഈ 3 നദികളെ ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ വേമ്പനാട്ട് കായലിലെ മണ്ണ് മുഴുവൻ എടുത്തു മാറ്റുക എന്ന് പറയുന്ന വലിയ പ്രവൃത്തിയാണ്. അത് എങ്ങനെ നടക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ നദികളുടെ മുഴുവൻ ഈ ഡിസ്ട്രിബ്യൂട്ടറി, അതായത് കായലിലേക്ക് ചേരുന്ന പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ എക്കലും ഈ മണലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഈ എക്കൽ മണ്ണ് വന്ന് നിക്ഷേപിക്കപ്പെട്ട് കിടക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറുകൾ മുഴുവൻ തുറന്ന് കായലിലേക്ക് തന്നെ ഒരു ചാല് വെട്ടിത്തീർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ വരുന്ന വെള്ളത്തെ കായൽ സ്വീകരിക്കാനായിട്ട് പ്രാപ്തമാക്കാം. അതൊരു ചെറിയ പരിഹാരമാണ്. അതാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം നമുക്ക് അത് ഇച്ഛാശക്തി, ഒരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഇനി വരുന്നത്. കാരണം ഇത്രയും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു. ഈ 3 നദികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആറന്മുളയിൽ, അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ല റാന്നിയിൽ, മല്ലപ്പള്ളി പ്രദേശം, തിരുവല്ല, അങ്ങനെ തുടങ്ങി കോട്ടയം, അങ്ങനെ ഈ 3 നദികളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്രയും പ്രദേശത്തെ മനുഷ്യൻ ഇത്രയും ദുരിതം അനുഭവിക്കുന്നു, വീട് വിട്ട് മാറി താമസിക്കുന്നു, വീടിനകത്തെ വസ്തുവകൾ നശിച്ചു പോകുന്നു, വീടുകൾ നനഞ്ഞ് ഇടിഞ്ഞു പോകുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം, എവിടെയൊക്കെ കയ്യേറ്റമുണ്ടോ, നദികളിലെ കയ്യേറ്റം, തോടുകളിലെ കയ്യേറ്റം, പിടിച്ചടക്കി വെച്ചിരിക്കുന്ന കയ്യേറ്റം, മണ്ണിട്ട് നികത്തിപ്പോയ കയ്യേറ്റം, ഇത് മുഴുവൻ തിരിച്ചു പിടിക്കാനുള്ള ഒരു ആർജവവും ഇച്ഛാശക്തിയും ഈ ഗവൺമെന്റ് കാണിച്ചാൽ, അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പിന്നെ ഈ കായലിലേക്കുള്ള ചാലുവെട്ടി, അതായത് മുഖഭാരം, അതായത് നദിയുടെ മുൻഭാഗത്ത് പഴുക്കാനിലയിൽ മണ്ണടിഞ്ഞ് കിടക്കുന്നുണ്ട്. 10 വർഷം മുമ്പ് പദ്ധതിയായിട്ട് പറഞ്ഞു തുടങ്ങിയ, ഇപ്പോഴും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതുവരെ അതിന്റെ ഒരു ലാഞ്ചന പോലും, എന്താണ് അവിടെ നടക്കുന്നത്, ഇനി 10 വർഷം കൂടെ ഇനി അവിടെ ഈ പദ്ധതി പറയുന്ന കാര്യം നടക്കുന്ന ഒരു വിശ്വാസവും ഇല്ല. എല്ലാം വാഗ്ദാനങ്ങളിൽ മാത്രം. അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഒരു ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഭരിക്കുന്നതെങ്കിൽ ഈ ഗവൺമെന്റ് സ്വീകരിക്കേണ്ട നടപടി അടിയന്തരമായിട്ട് മണ്ണ് മാറ്റുക എന്നുള്ളതാണ്. എക്കൽ മണ്ണിന്റെ നിക്ഷേപം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.